പശ്ചിമ ബംഗാളിൽ വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ചും മമതാ ബാനർജി പരാജയപ്പെട്ടതോടുകൂടി തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നത് നാളിതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ്. ഒപ്പം നിന്ന പലരും പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ വിമതരായി മാറുന്നു. രഥവ്രത പോലും കൈവിട്ടിരിക്കുന്നു. ഇപ്പോൾ 60 MLA-മാരുടെ പിന്തുണയോടുകൂടി രഥവ്രത പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. ഒരുപക്ഷെ വലിയ പ്രതീക്ഷ രഥവ്രതയിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടായിരുന്നു, ഒപ്പം മമതാ ബാനർജിക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ താളം തെറ്റിയിരിക്കുകയാണ്. എന്തായാലും പാർട്ടിയിലെ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിട്ടു. പോഷക സംഘടനകളുടെ കമ്മിറ്റികളും പിരിച്ചുവിട്ടു. ഇപ്പോൾ നിലവിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഒരു നേതാവും മാത്രമാണ്, അത് മമതാ ബാനർജി. ഇനി ജില്ലാ കമ്മിറ്റികളില്ല, താലൂക്ക് കമ്മിറ്റികളില്ല, പഞ്ചായത്ത് കമ്മിറ്റികളുമില്ല. ആകെ ഒരു നേതാവിൽ മാത്രം ചുറ്റിക്കറങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇതിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ CPIM-ന് സംഭവിച്ചതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനും സംഭവിച്ചിരിക്കുന്നു. വലിയ തരത്തിൽ വികസന പ്രവർത്തനത്തിനും കാർഷിക വിപ്ലവത്തിനുമൊക്കെ വഴിവെച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാളിൽ CPIM. പക്ഷേ കനത്ത പരാജയം ഏറ്റുവാങ്ങി ആ പാർട്ടിക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ BJP-യോട് ഏറ്റുമുട്ടി കാലിടറിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനും സംഭവിച്ചിരിക്കുന്നത്. 80 പേർ ഒപ്പമുണ്ടായിരുന്നിട്ടും ആരെയും കൂടെ നിർത്താൻ കഴിയാത്ത തരത്തിൽ പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയാണ് തൃണമൂൽ കോൺഗ്രസിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ജനപ്രതിനിധികൾക്ക് തെരുവിൽ വെച്ച് അടികിട്ടുന്ന സാഹചര്യം. ഇന്ത്യയിൽ മറ്റെങ്ങും കാണാത്ത തരത്തിൽ ജനക്കൂട്ടം വളഞ്ഞിട്ട് കല്ലെറിയുന്നു, അടിക്കുന്നു. നാട്ടുകാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഹെൽമറ്റ് വെച്ച് ഒളിച്ചോടുന്ന അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന ജനപ്രതിനിധികൾ. തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയിലാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ഘടകം കൂടി മനസ്സിലാക്കേണ്ടത്. ഏകാധിപതിയെപ്പോലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വിശ്വസ്തരായ പലരും മറുകണ്ഠം ചാടിയിരിക്കുന്നു. വിമതപക്ഷത്തിന് രൂപം നൽകിയിരിക്കുന്നു. അവർക്ക് പ്രതിപക്ഷ നേതാവാകുന്നതിന് വേണ്ടിയുള്ള അവസരം BJP നൽകിയിരിക്കുന്നു. BJP എന്താണോ മനസ്സിൽ കണ്ടത് അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം. BJP-ക്ക് 3/2 ഭൂരിപക്ഷം വേണം അവർക്ക് പല ബില്ലുകളും പാസ്സാക്കണമെങ്കിൽ അങ്ങ് പാർലമെൻറ്റിൽ. അതിനുള്ള നീക്കങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MP-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ 20-ൽ കുറയാത്ത MP-മാർ BJP-ക്കൊപ്പം പിന്തുണയുമായി ചെന്നാൽ പോലും അതിശയപ്പെടേണ്ട സാഹചര്യമില്ല. പണ്ട് മമതയ്ക്ക് വലിയ തരത്തിൽ പിന്തുണ കൊടുത്തിരുന്ന നാട്ടിലെ നേതാക്കന്മാർ പലരും കൈവിട്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന് ഒരിക്കൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അനുഭവിക്കുന്നത്. പരാജയപ്പെട്ടത് പോകട്ടെ, അത് നേതാക്കന്മാർക്കുണ്ടാകുന്ന സ്വാഭാവിക സംഭവ വികാസമെന്ന് പറയാം. അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വീഴ്ചയാണ് പശ്ചിമ ബംഗാളിൽ കാണുന്നത്. പല സ്ഥലങ്ങളിലും CPIM പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുത്തും അടിച്ചു തകർത്തുമൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസാക്കി മാറ്റി. ആ പാർട്ടി ഓഫീസുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് മമതാ ബാനർജിക്ക് ഇപ്പോൾ പറയാനുള്ളത്. കേവലം 20 MLA-മാർ ആണ് ഇപ്പോൾ അവർക്കൊപ്പമുള്ളതെന്നാണ് പറയുന്നത്. ആ കണക്കും ശരിയാവണമെന്നില്ല. ഇനിയും കൊഴിഞ്ഞുപോക്കിന് സാധ്യതയുണ്ട്. കൂറുമാറ്റ നിയമം നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിൽ വിമതപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം പറഞ്ഞ് കോടതിയെ സമീപിക്കാനും കഴിയത്തില്ല മമതാ ബാനർജിക്ക്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാത്ത തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയാവുകയാണ് പശ്ചിമ ബംഗാൾ. പക്ഷേ ഭരണം മെച്ചപ്പെടുത്തി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വിശ്വാസം നേടി ഇനിയുള്ള നാൾ ഭരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ BJP അവരുടെ നീക്കം തുടങ്ങിയിരിക്കുന്നു. അവിടെ ആണ് ഇനി പ്രതിപക്ഷ കക്ഷികൾ ആരൊക്കെയാണ് അവർ എന്നുയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ വേരോട്ടമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു പശ്ചിമ ബംഗാൾ. ഒരു പക്ഷേ ഈ വീഴ്ച ഒരു വളർച്ചയ്ക്ക് വഴിവെക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്.